the divisibility relation. Suppose we let r equal to 0 in the division algorithm. Then we can write a equal to bq plus 0, that is equal to bq. We then say b divides a, or b is a factor of a is divisible by b, or a is a multiple of b. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിവിഷൻ അൽഗോരിതം പഠിച്ചു അല്ലേ. ഡിവിഷൻ അൽഗോരിതത്തിൽ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ഫോർ എനി ഇൻറ്റീജർ എ ആൻഡ് ഫോർ എ പോസിറ്റീവ് ഇൻറ്റീജർ ബി, ഫോർ എനി ഇൻറ്റീജർ എ ആൻഡ് ഫോർ പോസിറ്റീവ് ഇൻറ്റീജർ ബി, there exist unique integers q and r such that a equal to bq plus r, 0 less than or equal to r less than b അല്ലേ. അവിടെ എന്തായിരുന്നു ഡിവിഷൻ അൽഗോരിതത്തിൽ പറഞ്ഞിരുന്നത്? ഫോർ എനി ഇൻറ്റീജർ എ ആൻഡ് പോസിറ്റീവ് ഇൻറ്റീജർ ബിന് യുണീക്ക് ഇൻറ്റീജേഴ്സ് ക്യൂ ആൻഡ് ആർ എക്സിസ്റ്റ് ചെയ്യും സച്ച് ദാറ്റ് എ ഈക്വൽ ടു ബി ക്യൂ പ്ലസ് ആർ എന്നുള്ള ഫോമിൽ. ഈ ഡിവിഷൻ അൽഗോരിതത്തിൽ ആർ എന്തായിരുന്നു? റിമൈൻഡർ അല്ലേ. ആർ ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? എ ഈക്വൽ ടു ബി ക്യൂ എന്നെഴുതാം. ക്യൂ എന്താണ്? ഒരു ഇൻറ്റിജറാണ്. എ ഈക്വൽ ടു ബി ക്യൂ എന്നെഴുതാം. ഇങ്ങനെ എഴുതാൻ പറ്റുകയാണെങ്കിൽ, അതായത് ഡിവിഷൻ അൽഗോരിതത്തിൽ ആർ റിമൈൻഡർ 0 ആണെങ്കിൽ എ ഈക്വൽ ടു ബി ക്യൂ എന്നെഴുതാം. ഈ കേസിൽ നമ്മൾ എന്ത് പറയും? ബി ഡിവൈഡ്സ് എ എന്ന് പറയും. എന്താണ്? വി സേ ദാറ്റ് ബി ഡിവൈഡ്സ് എ. ഓക്കെ, അതിങ്ങനെ പറയാം. ബി ഡിവൈഡ്സ് എ എന്ന് പറയാം. അല്ലെങ്കിൽ ബി ഈസ് എ ഫാക്ടർ ഓഫ് എ എന്ന് പറയാം. അല്ലെങ്കിൽ എങ്ങനെ പറയാം? എ ഈസ് ഡിവിസിബിൾ ബൈ ബി. ബി കൊണ്ട് എനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് എ ഈസ് ഡിവിസിബിൾ ബൈ ബി എന്ന് പറയാം. അല്ലെങ്കിൽ എങ്ങനെ പറയാം? എ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ബി എന്ന് പറയാം. അപ്പോൾ എ ഈക്വൽ ടു ബി ക്യൂ എന്ന് എഴുതാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഡിവിഷൻ അൽഗോരിതത്തിൽ റിമൈൻഡർ 0 ആയിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് പറയാം? ബി ഡിവൈഡ്സ് എ എന്ന് പറയാം. അതിനെ തന്നെ നമുക്ക് ഇങ്ങനെ പറയാം: ബി ഇസ് എ ഫാക്ടർ ഓഫ് എ എന്ന് പറയാം, അല്ലെങ്കിൽ എ ഇസ് ഡിവിസിബിൾ ബൈ ബി എന്ന് പറയാം, ഓർ എ ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് ബി എന്നും പറയാം. ഇനി ഇതിന് നമ്മൾ എഴുതുക, ഇഫ് ബി ഡിവൈഡ്സ് എ, ബി എനെ ഡിവൈഡ് ചെയ്യണമെങ്കിൽ അത് നമ്മൾ ഇങ്ങനെയാണ് എഴുതുക: ബി divides a. അതിങ്ങനെയാണ് എഴുതുക. ഓക്കെ, ആൻഡ് ഇഫ് ബി ഈസ് നോട്ട് എ ഫാക്ടർ ഓഫ് എ, ദാറ്റ് ഈസ് ഇഫ് ബി ഡസ് നോട്ട് ഡിവൈഡ് എ, ദെൻ വി റൈറ്റ് ഇറ്റ് ആസ് ലൈക്ക് ദിസ്, ദാറ്റ് ഈസ് ബി ഡസ് നോട്ട് ഡിവൈഡ്സ് എ. ഓക്കെ, ഇനി ഇതിൻ്റെ 1-2 എക്സാമ്പിൾ നോക്കാം. നോക്കൂ, 3 divides 12. ഇങ്ങനെ എഴുതാൻ പറ്റുമോ? 3 divides 12 ഇങ്ങനെ എഴുതാൻ പറ്റുമോ? 3 12നെ ഡിവൈഡ് ചെയ്യുന്നു അല്ലേ. 3 12നെ ഡിവൈഡ് ചെയ്യില്ലേ? നമുക്ക് 12നെ എങ്ങനെ എഴുതാം? 12 ഈക്വൽ ടു 3 ഇൻറ്റു 4 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്? എ ഈക്വൽ ടു സം ബി ക്യൂ എന്നുള്ള ഫോമുല കിടക്കുന്നത്. അതുകൊണ്ട് എന്താണ്? 3 divides 12 എന്ന് എഴുതാം. ഇനി വേറൊരു എക്സാമ്പിൾ, 5 divides 20 എന്ന് പറഞ്ഞൂടെ? കാരണം എന്താണ്? 20 ഈക്വൽ ടു എന്താണ്? 5 ഇൻറ്റു 4 ആണ്. അതുകൊണ്ട് 5 divides 20 എന്ന് പറയാം. നോക്കൂ, 6 divides 15 എന്ന് പറയാൻ പറ്റുമോ? 6 divides 15 എന്ന് പറയാൻ പറ്റുമോ? ഇവിടെ 15നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ വരിക? 2 times 12. റിമൈൻഡർ എന്താണ്? 3 ആണല്ലേ. അപ്പോൾ ഇവിടെ റിമൈൻഡർ ആർ എന്താണ്? ആർ നോട്ട് ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് നമുക്ക് 15നെ 6 ഇൻറ്റു സംതിങ് എന്ന് പറഞ്ഞിട്ട് എഴുതാൻ കഴിയില്ല. അതുകൊണ്ട് എന്താ നമുക്ക് പറയാം? 6 ഡസ് നോട്ട് ഡിവൈഡ്സ് 15. ഓക്കെ, തിയറം: ലെറ്റ് എ ബി സി ആൽഫ ആൻഡ് ബീറ്റ ബി എനി ഇൻറ്റീജേഴ്സ്. ദെൻ ഫസ്റ്റ് വൺ, ഇഫ് എ ഡിവൈഡ്സ് ബി ആൻഡ് ബി ഡിവൈഡ്സ് സി, ദെൻ എ ഡിവൈഡ്സ് സി. Second one, if a divides b and a divides c, then a divides alpha into b plus beta into c. Third one, if a divides b, then a divides bc. Okay, ഇതിൽ എ ബി സി നമുക്ക് തന്നിട്ടുണ്ട്. എ ബി സി ആൽഫ ആൻഡ് ബീറ്റ ഇതെന്താണ്? ഇൻറ്റീജേഴ്സാണ്. എ ബി സി ആൽഫ ബീറ്റ ഇതെല്ലാം എന്താണ്? ഇൻറ്റീജേഴ്സാണ്. ഇനി ഫസ്റ്റത്തെ പ്രോപ്പർട്ടി നോക്കൂ. ഇഫ് എ ഡിവൈഡ്സ് ബി ആൻഡ് ബി ഡിവൈഡ്സ് സി, എ
ബീനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ബി എന്ത് ചെയ്യുന്നുണ്ട്, സീനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് കാണിക്കണം? വി ഹാവ് ടു ഷോ ദാറ്റ് എ ഡിവൈഡ്സ് സി. ഇത് നമ്മൾ എന്താ പറയുക? ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി. ഓക്കെ, ഈ പ്രോപ്പർട്ടീനെ നമ്മൾ ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇനി ഇതെങ്ങനെ പ്രൂവ് ചെയ്യാൻ നോക്കാം. ഇവിടെ നോക്കൂ, എ ഡിവൈഡ്സ് ബി ആണ്. നമ്മൾ നേരത്തെ കണ്ടു, ഇഫ് എ ഡിവൈഡ്സ് ബി ദെൻ നമുക്ക് എന്തെഴുതാം? ബി ഈക്വൽ ടു എ ഇൻറ്റു സം എ ക്യൂ എന്നെഴുതാം അല്ലേ. അപ്പോൾ നമ്മളിവിടെ ഒരു Q1 ആണ് എടുക്കുന്നത്, എ Q1 എഴുതാം. എ ഡിവൈഡ്സ് ബി ആയതുകൊണ്ട് ഒരു ഇൻറ്റീജർ Q1 എക്സിസ്റ്റ് ചെയ്യും. ദർ എക്സിസ്റ്റ് ആൻ ഇൻറ്റീജർ Q1 സച്ച് ദാറ്റ് ബി ഈക്വൽ ടു എ Q1. ഓക്കെ, ഇനി നോക്കൂ, ഇതേപോലെ തന്നെ സിമിലർലി നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ബി ഡിവൈഡ്സ് സി തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ബി ഡിവൈഡ്സ് സി ആയതുകൊണ്ട് ദർ എക്സിസ്റ്റ് ആൻ ഇൻറ്റീജർ Q2, ഒരു ഇൻറ്റീജർ Q2 എക്സിസ്റ്റ് ചെയ്യും സച്ച് ദാറ്റ് സി ഈക്വൽ ടു ബി ഇൻറ്റു Q2. ഓക്കെ, നമുക്ക് എ ഡിവൈഡ്സ് ബി ആയതുകൊണ്ട് ബി ഈക്വൽ ടു എ Q1 എഴുതാം. ഇനി ബി ഡിവൈഡ്സ് സി ആയതുകൊണ്ട് ബി സീനെ ഡിവൈഡ് ചെയ്യുന്നത് കൊണ്ട് സി ഈക്വൽ ടു ബി ഇൻറ്റു സം Q2 എന്നെഴുതാം. നമുക്ക് എന്താ കാണിക്കേണ്ടത്? എ ഡിവൈഡ്സ് സി ആണ് കാണിക്കണം. അതായത് സി ഈസ് ഈക്വൽ ടു, അപ്പോൾ എന്താണ്? സി ഈക്വൽ ടു എ ഇൻറ്റു സം ഇൻറ്റിജർ എന്നുള്ള ഫോമിൽ കിട്ടണം, സം ക്യൂ എന്ന ഫോമിൽ കിട്ടണം അല്ലേ. അത് നമുക്കത് കിട്ടുന്നുണ്ടോ നോക്കാം. നമുക്കറിയാം സി ഈക്വൽ ടു ബി ഇൻറ്റു Q2 ആണ് അല്ലേ. അപ്പോൾ ബി എ ഡിവൈഡ്സ് ബി ആയതുകൊണ്ട് ബി ഈക്വൽ ടു എ Q1 ആണ്. അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ബീൻ്റെ സ്ഥലത്ത്. അതായത് എ Q1 ഇൻറ്റു Q2 എന്ന് കിട്ടും. അപ്പോൾ ഇതിനെ ഞാൻ എ ഇൻറ്റു Q1 ഇൻറ്റു Q2നെ ഞാൻ Q ആയിട്ട് എടുത്തു. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു സം Q എന്ന് കിട്ടും. ഇവിടെ Q1 ഇൻറ്റിജർ ആണ്, Q2 ഇൻറ്റിജർ ആണ് അല്ലേ. അതുകൊണ്ട് തന്നെ Q1 ഇൻറ്റു Q2 എന്താവും? അതും ഒരു ഇൻറ്റിജർ ആവും. ഓക്കെ, അപ്പോൾ ഇവിടെ സി ഈക്വൽ ടു എ ഇൻറ്റു സം ഇൻറ്റിജർ Q എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റും. അതായത് എ ഡിവൈഡ്സ് സി. ഓക്കെ, ഈ ഒരു പ്രോപ്പർട്ടീനെ നമ്മൾ ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയും. ഇനി അടുത്തത് നോക്കൂ, ഇഫ് എ ഡിവൈഡ്സ് ബി ആൻഡ് എ ഡിവൈഡ്സ് സി, എ ഡിവൈഡ്സ് ബി ആൻഡ് എ ഡിവൈഡ്സ് സി, ദെൻ എ ഡിവൈഡ്സ് ആൽഫ ബി പ്ലസ് ബീറ്റ സി. ഇവിടെ ആൽഫ, ബീറ്റ, എ, ബി, സി ഇതെല്ലാം എന്താണ്? ഇൻറ്റീജേഴ്സാണ്. അപ്പോൾ നമുക്ക് എന്ത് കാണിക്കണം? എ ബിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്, എ സീനെയും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എ ആൽഫ ബി പ്ലസ് ബീറ്റ സീനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട് എന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് എ ഡിവൈഡ്സ് ബി ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എ ബീനെ ഡിവൈഡ് ചെയ്യുന്നത് കൊണ്ട് ഒരു ഇൻറ്റീജർ Q1 എക്സിസ്റ്റ് ചെയ്യും. ദർ എക്സിസ്റ്റ് ആൻ ഇൻറ്റീജർ Q1 സച്ച് ദാറ്റ് ബി ഈക്വൽ ടു എ ഇൻറ്റു Q1. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ഇൻറ്റീജർ ബീനെ ഡിവൈഡ് ചെയ്യുന്നത് കൊണ്ട് ഒരു ഇൻറ്റീജർ Q1 എക്സിസ്റ്റ് ചെയ്യും. എങ്ങനെ? ബി ഈക്വൽ ടു എ Q1 എന്ന രീതിയിൽ. ഇനി നമുക്ക് എന്തെന്ന് തന്നിട്ടുണ്ട്? എ ഡിവൈഡ്സ് സി, എ സീനെ ഡിവൈഡ് ചെയ്യും എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യും? ഒരു ഇൻറ്റീജർ Q2 എക്സിസ്റ്റ് ചെയ്യും സച്ച് ദാറ്റ് സി ഈക്വൽ ടു എ ഇൻറ്റു Q2 എന്നുള്ള രീതിയിൽ. നമുക്ക് എന്താ കാണിക്കേണ്ടത്? എ ഡിവൈഡ്സ് ആൽഫ ബി പ്ലസ് ബീറ്റ സി എന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് കാണിക്കണം? ആൽഫ ബി പ്ലസ് ബീറ്റ സി ഈക്വൽ ടു എ ഇൻറ്റു ക്യൂ. ക്യൂ എന്ന് പറയുന്നത് എന്താണ്? വേർ ക്യൂ ഈസ് ആൻ ഇൻറ്റീജർ, എ ഇൻറ്റു സം ഇൻറ്റീജർ ക്യൂ എന്നുള്ള ഫോമിൽ കാണിക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ആൽഫ ബി പ്ലസ് ബീറ്റ സി എന്നെടുത്തു. ഇവിടെ ആൽഫ ഇൻറ്റു ബി എന്താണെന്ന് നമ്മളിവിടെ കണ്ടിട്ടുണ്ട്? എ ഇൻറ്റു Q1 ആണ്. അപ്പോൾ അവിടെ എ ഇൻറ്റു Q1 എന്ന് കൊടുത്തു. ആൽഫ ഇൻറ്റു എ ഇൻറ്റു Q1 പ്ലസ് ബീറ്റ ഇൻറ്റു സി. സി എന്താണ്? സി ഈക്വൽ ടു എ ഇൻറ്റു Q2 ആണ്. അപ്പോൾ ബീറ്റ ഇൻറ്റു സി, ദാറ്റ് ഈസ് ബീറ്റ ഇൻറ്റു എ Q2 എന്ന് കൊടുത്തു. ഇനി ഇവിടെ നോക്കൂ, ഈ ടേമിലും എന്താണ്? എ കോമൺ ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് നമ്മൾ പുറത്തേക്ക് എടുത്തു. എ പുറത്തേക്ക് എടുത്താൽ ഫസ്റ്റ് ടേമിൽ ആൽഫ Q1 പ്ലസ് സെക്കൻഡ് ടേമിൽ ബീറ്റ Q2. അതായത് ആൽഫ ബി പ്ലസ് ബീറ്റ സി ഈക്വൽ ടു എ ഇൻറ്റു ആൽഫ Q1 പ്ലസ്
എ ഇൻറ്റു ആൽഫ Q1 പ്ലസ് ബീറ്റ Q2 എന്നെഴുതാം. ഇനി നോക്കൂ, ആൽഫ എന്താണ്, ഇൻറ്റിജറാണ്. ബീറ്റ എന്താണ്, ഇൻറ്റിജറാണ്. നമ്മൾ പറഞ്ഞു ആൽഫ ബീറ്റ ഇതൊക്കെ ഇൻറ്റിജറാണ്. അതുകൊണ്ട് ആൽഫ ഇൻറ്റിജറാണ്, ബീറ്റ ഇൻറ്റിജറാണ്. പിന്നെ ഈ Q1 Q2 എന്താണ്, അതും ഇൻറ്റിജേഴ്സാണ്. അങ്ങനെ ആകുമ്പോൾ ആൽഫ Q1 പ്ലസ് ബീറ്റ Q2 എന്ന് പറയുന്ന ഇതും എന്താവും, അതും ഒരു ഇൻറ്റിജറാവും. അപ്പോൾ ആ ഇൻറ്റിജറിനെ നമ്മൾ Q എന്നെടുത്തു വിളിച്ചു വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ആൽഫ ബി പ്ലസ് ബീറ്റ സി ഈക്വൽ ടു എ ഇൻറ്റു ക്യൂ എന്നെഴുതാം, വേർ ക്യൂ ഇസ് ആൻ ഇൻറ്റിജർ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം, എ ഡിവൈഡ്സ് ആൽഫ ബി പ്ലസ് ബീറ്റ സി എന്ന് പറയാം. ഇനി തേർഡ് പാർട്ടിൽ എന്താ പറയുന്നത്, ഇഫ് എ ഡിവൈഡ്സ് ബി, എ ബീനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ദെൻ എ ഡിവൈഡ്സ് ബി സി, എ എന്തിനെ കൂടി ഡിവൈഡ് ചെയ്യും, ബി സിനെ കൂടെ ഡിവൈഡ് ചെയ്യും. ഇവിടെ എ ബി സി ഒക്കെ എന്താണ്, ഇൻറ്റീജേഴ്സാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എന്ത് തന്നിട്ടുണ്ട്, എ ഡിവൈഡ്സ് ബി ആണ്. എ ബീനെ ഡിവൈഡ് ചെയ്യുന്നത് കൊണ്ട് ഒരു ഇൻറ്റിജർ Q1 എക്സിസ്റ്റ് ചെയ്യും സച്ച് ദാറ്റ് ബി ഈക്വൽ ടു എ ഇൻറ്റു Q1. നമുക്ക് എന്താ കാണിക്കേണ്ടത്, എ ഡിവൈഡ്സ് ബി സി എന്നാണ് കാണിക്കേണ്ടത്. അതായത് ബി സി ഈക്വൽ ടു എ ഇൻറ്റു സം ക്യൂ, വേർ ക്യൂ ഇസ് ആൻ ഇൻറ്റിജർ എന്നുള്ള ഫോമിൽ എഴുതാൻ കഴിയണം. അപ്പോൾ നമ്മൾ ബി സി എടുത്തു. ബി സി ഈക്വൽ ടു ഇതിൽ ബി എന്താണെന്ന് നമുക്കറിയാം, എ Q1 ആണ്. ബി ഈക്വൽ ടു എന്താണ്, എ Q1 ആണ്. അപ്പോൾ ബീൻ്റെ സ്ഥലത്ത് എ Q1 എന്ന് കൊടുത്തു, എ Q1 ഇൻറ്റു സി. ഓക്കെ, ദിസ് ഇസ് ഈക്വൽ ടു ഈ എ ഇൻറ്റു എ Q1 ഇൻറ്റു സീനെ എ ഇൻറ്റു Q1C എന്നെഴുതി. ഓക്കെ, ഈ Q1C നോക്കൂ, Q1Cയിൽ Q1 എന്താണ്, ഒരു ഇൻറ്റിജറാണ്. സി എന്താണ്, ഒരു ഇൻറ്റിജറാണ്. അപ്പോൾ Q1 ഇൻറ്റു സി എന്താവും, അതൊരു ഇൻറ്റിജറാവും. ആ ഇൻറ്റിജറിനെ നമ്മൾ Q എന്ന് വിളിച്ചു. അപ്പോൾ ബി സി ഈക്വൽ ടു എന്തെന്ന് എഴുതാൻ കിട്ടി, ബി സി ഈക്വൽ ടു എ ക്യൂ എന്നെഴുതാം, വേർ ക്യൂ ഈക്വൽ ടു Q1C ആണ്. അതിൽ Q1 ഇൻറ്റിജറാണ്, സി ഇൻറ്റിജറാണ്. അപ്പോൾ Q1 ഇൻറ്റു സി ഈക്വൽ ടു ക്യൂ എന്താണ്, ഒരു ഇൻറ്റിജറാണ്. ബി സി ഈക്വൽ ടു എ ക്യൂ എന്നുള്ള ഫോമിൽ എഴുതാം, ദാറ്റ് ഈസ് എ ഡിവൈഡ്സ് ബി സി. ഇനി ദ എക്സ്പ്രഷൻ ആൽഫ ബി പ്ലസ് ബീറ്റ സി ഈസ് കാൾഡ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ബി ആൻഡ് സി. അപ്പോൾ ഈ എക്സ്പ്രഷൻ ഉണ്ടല്ലോ, ആൽഫ ബി പ്ലസ് ബീറ്റ സി, വെർ ആൽഫ ബീറ്റ ഇൻറ്റിജേഴ്സ് ആണ്. ഈ എക്സ്പ്രഷനെ നമ്മൾ ഒരു ലീനിയർ കോമ്പിനേഷൻ ഓഫ് ബി ആൻഡ് സി എന്നാണ് പറയാം. ഇനി നമ്മൾ തിയറത്തിൻ്റെ പാർട്ട് 2-ൽ പറഞ്ഞിട്ടുണ്ട്, ഇഫ് എ ഡിവൈഡ്സ് ബി ആൻഡ് എ ഡിവൈഡ്സ് സി, ദെൻ എ ഡിവൈഡ്സ് ആൽഫ ബി പ്ലസ് ബീറ്റ സി. അല്ലേ, എ ബീനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്, എ സീനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എ എന്തിനെ ഡിവൈഡ് ചെയ്യും, ഇതിന് നമ്മൾ എന്തൊരു പേര് പറഞ്ഞു, ലീനിയർ കോമ്പിനേഷൻ. എ എന്തിനെ ഡിവൈഡ് ചെയ്യും, ലീനിയർ കോമ്പിനേഷൻ. എ ഡിവൈഡ്സ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ബി ആൻഡ് സി എന്ന് പറയാം. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എ ഡിവൈഡ്സ് ബി പ്ലസ് സി എന്നും പറയാം, എ ഡിവൈഡ്സ് ബി മൈനസ് സി എന്നും പറയാം. അതെങ്ങനെയാണ്, ഇവിടെ ഫസ്റ്റത്തെ കേസിൽ എ ഡിവൈഡ്സ് ബി പ്ലസ് സിയിൽ ആൽഫ ഈക്വൽ ടു 1 ബീറ്റ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ നോക്കൂ, ഈ കേസിൽ എ ഡിവൈഡ്സ് ആൽഫ ബി പ്ലസ് ബീറ്റ സിയിൽ ആൽഫ ഈക്വൽ ടു 1 ബീറ്റ ഈക്വൽ ടു 1 എടുത്താൽ എന്താ കിട്ടുക, എ ഡിവൈഡ്സ് ബി പ്ലസ് സി എന്ന് കിട്ടും. ഇനി ഇവിടെ ആണെങ്കിലോ എ ഡിവൈഡ്സ് ബി മൈനസ് സി എങ്ങനെ ശരിയാവുന്നത്, ആൽഫ ഈക്വൽ ടു 1 ബീറ്റ ഈക്വൽ ടു -1. ആൽഫ ബീറ്റ ഇൻറ്റിജേഴ്സ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആൽഫ ഈക്വൽ ടു 1 ബീറ്റ ഈക്വൽ ടു -1 എടുത്താൽ ആൽഫ ബി പ്ലസ് ബീറ്റ സി എന്ത് കിട്ടും, ബി മൈനസ് സി ആവും. ദാറ്റ് ഈസ് എ ഡിവൈഡ്സ് ബി മൈനസ് സി എന്നും കിട്ടും. ഇനി അടുത്ത തിയറി നോക്കൂ, let a and b be any positive integers, a b be any positive integers, then the number of positive integers less than or equal to a and divisible by b is the floor function of a by b. എന്താ പറയുന്നത്, എ ആൻഡ് ബി ബി എനി പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്, then the number of positive integers less than or equal to a and divisible by b is floor function of a by b. അതായത്
ബി കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള എനേക്കാളും ചെറുതോ ഈക്വലോ ആയിട്ടുള്ള പോസിറ്റീവ് ഇൻറ്റീജേഴ്സിൻ്റെ എണ്ണം ഫ്ലോർ ഫങ്ഷൻ ഓഫ് എ ബൈ ബി ആയിരിക്കും. ബി കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള എനേക്കാളും ചെറുതോ ഈക്വലോ ആയിട്ടുള്ള പോസിറ്റീവ് ഇൻറ്റീജേഴ്സിൻ്റെ എണ്ണം ഈക്വൽ ടു ഫ്ലോർ ഫങ്ഷൻ ഓഫ് എ ബൈ ബി ആയിരിക്കും. അപ്പോൾ പ്രൂഫ് നോക്കുക. പ്രൂഫിൽ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, ബി കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള ഇൻറ്റീജേഴ്സ് ലെസ് ദാൻ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ദാറ്റ് ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എയുടെ എണ്ണം എന്താണെന്നാണ് പറയുന്നത്, ഫ്ലോർ ഫങ്ഷൻ ഓഫ് എ ബൈ ബി ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരം ഇൻറ്റീജേഴ്സിൻ്റെ എണ്ണം നമ്മൾ കെ ആയിട്ട് എടുത്തു. ദാറ്റ് ഈസ് സപ്പോസ് ദെയർ ആർ കെ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആൻഡ് ഡിവിസിബിൾ ബൈ ബി. ബി കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന എനേക്കാളും ചെറുതോ ഈക്വലോ ആയിട്ടുള്ള കെ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ഉണ്ടെന്ന് കൺസിഡർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കാണിക്കണം, കെ ഈക്വൽ ടു ഫ്ലോർ ഫങ്ഷൻ ഓഫ് എ ബൈ ബി ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ദ പോസിറ്റീവ് മൾട്ടിപ്പിൾസ് ഓഫ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ. ഓക്കെ, ബിൻ്റെ പോസിറ്റീവ് മൾട്ടിപ്പിൾസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആർ ബി, 2b എക്സെട്ര കെ ബി. ബി കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സ്, അതിനെ നമ്മൾ എന്ത് പറയും, മൾട്ടിപ്പിൾസ് ഓഫ് ബി എന്ന് പറയാം അല്ലേ, മൾട്ടിപ്പിൾസ് ഓഫ് ബി എന്ന് പറയാം. അതിനെ നമ്മൾ എങ്ങനെ എഴുതാം, സം ഇൻറ്റീജർ ഇൻറ്റു ബി എന്നുള്ള ഫോമുല ഉണ്ടാവുക. ബീൻ്റെ മൾട്ടിപ്പിൾസ് ഒക്കെ എന്ത് ഫോമുല ഉണ്ടാവുക, സം എൻ ഇൻറ്റു ബി എന്നുള്ള ഫോമുല ഉണ്ടാവുക. എൻ എന്താണ്, ഒരു ഇൻറ്റീജർ. അപ്പോൾ ബീൻ്റെ മൾട്ടിപ്പിൾസ് നമുക്ക് 1 ഇൻറ്റു ബി എന്ന് എഴുതാം, 2 ഇൻറ്റു ബി എന്ന് എഴുതാം, 3 ഇൻറ്റു ബി എക്സെട്ര. അങ്ങനെ ഫോമിലാണ് ബീൻ്റെ മൾട്ടിപ്പിൾസ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ അങ്ങനത്തെ എത്ര മൾട്ടിപ്പിൾസ് ഉണ്ട്, ബീൻ്റെ മൾട്ടിപ്പിൾസ് ഉണ്ടെന്ന് നമ്മൾ എടുത്തത് ഇവിടെ കെ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ഉണ്ട് എന്നാണ് നമ്മൾ എടുത്തത് അല്ലേ. അപ്പോൾ ആ മൾട്ടിപ്പിൾസ് നമുക്ക് ബി, 2b എക്സെട്ര കെ ബി എന്ന് എഴുതാം. കെ എണ്ണം ഉള്ളതുകൊണ്ട് കെ ബി എന്ന് വരെ അതിനെ കൺസിഡർ ചെയ്തു. ഇനി നമുക്ക് എന്താ അറിയാം, ഈ കെ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ഡിവിസിബിൾ ബൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡിവിസിബിൾ ബൈ ബി ആൻഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആണ്. അപ്പോൾ ഈ പോസിറ്റീവ് ഇൻറ്റീജേഴ്സൊക്കെ എന്താണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ ഈ കെ ബി എടുത്തിട്ടുണ്ടെങ്കിൽ ഈ കെ ബി എന്തായിരിക്കും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആവും. അങ്ങനത്തെ മൾട്ടിപ്പിൾസ് ഓഫ് ബീനെയാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലൊരു മൾട്ടിപ്പിൾ എടുത്തിട്ടുണ്ടെങ്കിൽ കെ ബി എന്താവും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആവും. അപ്പോൾ കെ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആണെങ്കിൽ ഇത് നമുക്ക് എന്തെഴുതാം, കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ബൈ ബി എന്നെഴുതാം അല്ലേ. രണ്ട് സൈഡിലും ബി കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ കെ ബി ബൈ ബി കെ ആവും, കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ബൈ ബി. ഓക്കെ, ഇനി നോക്കൂ, ഈ ബി, 2b 3b എക്സെട്ര കെ ബി ആയിട്ട് എടുത്തിട്ടുണ്ടല്ലോ. ഇതെന്താണ്, നമ്പേഴ്സ് വിച്ച് ആർ ഡിവിസിബിൾ ബൈ ബി ആണ് ആൻഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആണ്. ഡിവിസിബിൾ ബൈ ബി ആണ് ആൻഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആണ്. അപ്പോൾ ഇത്തരം നമ്പേഴ്സ്, ഇങ്ങനത്തെ ഡിവിസിബിൾ ബൈ ബിയും ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആയിട്ടുള്ള കെ പോസിറ്റീവ് ഇൻറ്റീജേഴ്സേ ഉണ്ടാവുള്ളൂ എന്നാണ് നമ്മൾ പറഞ്ഞത്. ആ കെ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആയിട്ടാണ് നമ്മൾ ബി, 2b 3b എക്സെട്ര കെ ബി വരെ എടുത്തത്. ഇതിൽ ലാസ്റ്റ് എന്താണ്, കെ ബി ആണ് വന്നത്. അതാണ് കെ പോസിറ്റീവ് ഇൻറ്റീജേഴ്സിലെ കേത്ത് പോസിറ്റീവ് ഇൻറ്റീജറാണ് അത്. അപ്പം ഇതിൽ അടുത്തത് എന്താ വരിക, ബി, 2b എക്സെട്ര കെ ബി എടുത്തിട്ടുണ്ടെങ്കിൽ അടുത്തത് ഇതിൽ എന്താ വരിക, k+1 ഇൻറ്റു ബി ആണ്. ഓക്കെ, k+1 ഇൻറ്റു ബി എന്താണ്, ഡിവിസിബിൾ ബൈ ബി ആണ്. പക്ഷേ നമ്മൾ കെ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആയിട്ടുള്ളത് എന്നാണ് എടുത്തത്. അപ്പോൾ ബീന് ഇനിയും മൾട്ടിപ്പിൾസ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഇനിയും ഡിവിസിബിൾ ബൈ ബി ആയിട്ടുള്ള നമ്പേഴ്സ് ഉണ്ടാവുക. ഈ k+1 ഇൻറ്റു ബി എന്താണ്, ഡിവിസിബിൾ ബൈ ബി ആണ്. പക്ഷെ അതെന്താവില്ല, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആവില്ല. അപ്പോൾ നമുക്ക് ഇതിൽ കെ ബി വരെയുള്ള നമ്പേഴ്സേ ഉള്ളൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ k+1 ഇൻറ്റു ബി എടുത്തിട്ടുണ്ടെങ്കിൽ അതെന്താവും, അത് ഗ്രേറ്റർ ദാൻ ബി ആവും. ഓക്കെ, ഇനി k+1 ഇൻറ്റു ബി ഗ്രേറ്റർ ദാൻ എ. അപ്പോൾ അതിനെ രണ്ട് സൈഡിലും ബി കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് വരും, k+1 ഗ്രേറ്റർ ദാൻ എ ബൈ ബി എന്ന് കിട്ടും. വിച്ച് ഇംപ്ലൈസ് ഇതിൽ രണ്ട് സൈഡിലും -1 ചെയ്തു. അപ്പോൾ എന്താ വരിക, എങ്ങനെ വരും, എ ബൈ ബി -1 വരും അല്ലേ. എ ബൈ ബി -1
ഇങ്ങനെയാണ്, ലെസ് ദാൻ ആണ് അല്ലേ. അപ്പോൾ ലെസ് ദാൻ കെ പ്ലസ് 1 മൈനസ് 1 കെ. അപ്പോൾ അവിടെ നമുക്ക് എന്താ എഴുതാം, എ ബൈ ബി മൈനസ് 1 ഈസ് ലെസ് ദാൻ കെ എന്ന് എഴുതാം. ഇനി ഇവിടെ നോക്കൂ, എ ബൈ ബി മൈനസ് 1 ഈസ് ലെസ് ദാൻ കെ ആണ്, ആൻഡ് കെ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ബൈ ബി. അപ്പോൾ ഇത് രണ്ടും കമ്പൈൻ ചെയ്ത് നമുക്ക് എങ്ങനെ എഴുതാം, എ ബൈ ബി മൈനസ് 1 ലെസ് ദാൻ കെ ആൻഡ് കെ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ബൈ ബി. അപ്പോൾ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് നമുക്കിങ്ങനെ എഴുതാം, എ ബൈ ബി മൈനസ് 1 ലെസ് ദാൻ കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ബൈ ബി. അപ്പോൾ ഇതിന്ന് നമുക്ക് എന്ത് പറയാം, കെ ഈസ് ദ ലാർജസ്റ്റ് ഇൻറ്റീജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ബൈ ബി എന്ന് പറയാം. അതെങ്ങനെയാണ് അങ്ങനെ പറയുന്നത്, നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നോക്കി നോക്കാം കേട്ടോ, ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. ഇത് ലാർജസ്റ്റ് ഇൻറ്റീജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ബൈ ബി എന്ന് എങ്ങനെ പറയുന്നത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. ഞാൻ എ ബൈ ബി ആയിട്ട് 3.5 എടുത്തു വിചാരിച്ചോ. എ ബൈ ബി ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ എ ബൈ ബി മൈനസ് 1 എന്താണ്, ഈക്വൽ ടു 3.5 മൈനസ് 1 2.5. അപ്പോൾ നമ്മൾ ഈ പ്രോപ്പർട്ടിയിൽ എ ബൈ ബി മൈനസ് 1 നമ്മൾ ഈ ഇനീക്വാലിറ്റിയിൽ എ ബൈ ബി മൈനസ് 1 ലെസ് ദാൻ കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ബൈ ബി ആണ് അല്ലേ. അപ്പോൾ അതനുസരിച്ച് ഇത് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെ വരും, എ ബൈ ബി മൈനസ് 1 എന്താണ് 2.5. അപ്പോൾ 2.5 ലെസ് ദാൻ കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ബൈ ബി. എ ബൈ ബി എന്താണ് 3.5. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് എന്താണ്, കെ നമുക്ക് എന്തറിയാം, ഒരു ഇൻറ്റിജർ ആണ്, ആൻഡ് കെ ഈസ് ആൻ ഇൻറ്റിജർ ബിറ്റ്വീൻ 2.5 ആൻഡ് 3.5. കെ നമുക്കറിയാം ഇൻറ്റിജർ ആണ്. കെ എന്തിൻ്റെ രണ്ടിൻ്റെയും ഇടയിലാണ്, 2.5ഉം 3.5ൻ്റെ ഇടയിലാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള ഇൻറ്റിജർ ഏതാണ്, 3 അല്ലേ. അപ്പോൾ കെ ഈസ് ഈക്വൽ ടു എന്താണ് 3 ആണെന്ന് കിട്ടും. ഓക്കെ, കെ ഈക്വൽ ടു ഇവിടെ നമുക്ക് എന്താ കിട്ടിയത്, 3 ആണ്. അതായത് കെ ഈക്വൽ ടു 3 ആണ്. അതായത് കെ ഈക്വൽ ടു നമുക്ക് എന്താ എഴുതാം, ഫ്ലോർ ഫങ്ഷൻ ഓഫ് 3.5 എന്ന് എഴുതാം അല്ലേ. 3.5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, 3.5ൻ്റെ ഫ്ലോർ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ലാർജസ്റ്റ് ഇൻറ്റീജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3.5. അപ്പോൾ കെ ഈക്വൽ ടു 3 ആണ്. അതിന് നമുക്ക് ഫ്ലോർ ഫങ്ഷൻ ഓഫ് 3.5 എന്ന് എഴുതാം. അതായത് ലാർജസ്റ്റ് ഇൻറ്റീജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3.5. 3.5നേക്കാളും 3.5നേക്കാളും ചെറുതോ ഈക്വലോ ആയിട്ടുള്ള ഏറ്റവും വലിയ ഇൻറ്റീജർ അതെന്താണ്, 3 ആണ്. അപ്പോൾ ഇവിടെ 3.5 ആയിട്ട് നമ്മൾ എന്താ എടുത്തിരുന്നത്, 3.5 ഈക്വൽ ടു എ ബൈ ബി ആണ് അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് ഈ എക്സാമ്പിൾ നമുക്ക് എന്ത് കിട്ടി, കെ ഈക്വൽ ടു ഫ്ലോർ ഫങ്ഷൻ ഓഫ് എ ബൈ ബി എന്നെഴുതാം. അതാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, സോ ഈ ഇനീക്വാലിറ്റി വെച്ചിട്ട് എ ബൈ ബി മൈനസ് 1 ലെസ് ദാൻ കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ബൈ ബി വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം, കെ ഈസ് ദ ലാർജസ്റ്റ് ഇൻറ്റീജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ബൈ ബി. അപ്പോൾ ലാർജസ്റ്റ് ഇൻറ്റീജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ബൈ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഫ്ലോർ ഫങ്ഷൻ ഓഫ് എ ബൈ ബി ആണ്. ദാറ്റ് ഈസ് കെ ഈക്വൽ ടു എ ബൈ ബി. അപ്പോൾ ഇവിടുന്ന് നമുക്ക് എന്ത് കിട്ടി, നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആൻഡ് ആർ ഡിവിസിബിൾ ബൈ ബി ഈക്വൽ ടു ഫ്ലോർ ഫങ്ഷൻ ഓഫ് എ ബൈ ബി ആണെന്ന് കിട്ടി. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം ഇതിൻ്റെ. ദ നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2076 ആൻഡ് ഡിവിസിബിൾ ബൈ 19 കണ്ടുപിടിക്കണം. ഇതെന്താ വരിക, ഇവിടെ എ എന്താണ്, ഈക്വൽ ടു 2076. അപ്പോൾ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എന്താണ് 2076 ആൻഡ് ഡിവിസിബിൾ ബൈ ബി എന്താണ് ഇവിടെ, ബി ഈക്വൽ ടു 19 ആണ്. അപ്പോൾ 2076നേക്കാളും ചെറുതും 19 കൊണ്ട് ഡിവിസിബിളുമായിട്ടുള്ള പോസിറ്റീവ് ഇൻറ്റീജേഴ്സിൻ്റെ എണ്ണം കണ്ടുപിടിക്കണം. നമ്മൾ എന്ത് പറഞ്ഞിരുന്നു, നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആൻഡ് ഡിവിസിബിൾ ബൈ ബി ഈക്വൽ ടു എന്താണ്, ഫ്ലോർ ഫങ്ഷൻ ഓഫ് എ ബൈ ബി ആണ്. അപ്പോൾ അത് വെച്ചിട്ട് എന്ത് പറയാം ഇവിടെ, ദിസ് ഈസ് ഈക്വൽ ടു ഫ്ലോർ ഫങ്ഷൻ ഓഫ് 2076 ഡിവൈഡഡ് ബൈ 9. 2076 ഡിവൈഡഡ് ബൈ 9 ചെയ്യുമ്പോൾ നമുക്ക് 109.26316 എന്ന് കിട്ടും. അപ്പോൾ ഫ്ലോർ ഫങ്ഷൻ ഓഫ് 109.26316 എന്താണ്,
ലാർജസ്റ്റ് ഇൻറ്റീജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 109.2636, അതായത് 109നേക്കാളും ചെറുതോ ഈക്വലോ ആയിട്ടുള്ള ഏറ്റവും വലിയ ഇൻറ്റീജർ അതെന്താ വരിക 109. ഓക്കെ.